നമസ്തേ സന്തോഷി. നമസ്തേ. സന്തോഷി, ഇന്ന് നമ്മുടെ ഭാരതത്തിലെമ്പാടും ഭാരതമൊട്ടാകെയും ഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ലോകത്തെവിടെയുമുള്ള ആളുകൾ, സത്യത്തിൽ ലോകത്ത് എല്ലായിടത്തും തന്നെ ഇപ്പോ നവരാത്രി ആഘോഷവും അതേപോലെ തന്നെ വിജയദശമി, നാളെ വിജയദശമി ദിനവും കൂടിയാണ്. അതെ. അപ്പൊ ലോകമെമ്പാടും ഭാരതീയ സങ്കല്പത്തിലുള്ള മുഴുവൻ മനുഷ്യരും അതെ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതെ. അപ്പൊ നവരാത്രിക്ക് ശേഷം വരുന്ന നാളത്തെ വിജയദശമി. അതെ. അപ്പൊ അങ്ങയോട് പ്രണവവേദയുടെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് തന്നെ നവരാത്രി ആഘോഷം എങ്ങനെയാണ്, എന്നാണ് തുടങ്ങിയത്, അതിന്റെ ആരംഭം എന്നാണ് നടന്നത്, എങ്ങനെയാണ് അത് ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ അതെന്താണ് അതിന്റെ സങ്കല്പം? അതേപോലെ തന്നെ നവരാത്രിക്ക് ശേഷമാണല്ലോ വിജയദശമിയും വരുന്നത്. അതെ. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആദ്യത്തെ നവരാത്രിയും വിജയദശമിയും? ഇത് ഒന്ന് ചുരുക്കി അങ്ങനെ പറഞ്ഞത്, എങ്ങനെയായിരുന്നു ആദ്യത്തെ നവരാത്രിയും വിജയദശമിയും? അത് മാത്രം ഒന്ന് അറിയണം. തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇത് വലിയ ഒരു ചോദ്യമാണ്. എത്ര മണിക്കൂർ എടുത്താലും ഉത്തരം പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള വലിയ ചോദ്യമാണ്. ഏറ്റവും ചുരുക്കി എങ്ങനെ ദസറാവ്, നവരാത്രി, വിജയദശമി ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിലും ഒരുപോലെ നടക്കുന്ന ഈ ഉത്സവം, ദേശം ഒന്നാകെ ദിഗ്വിജയ ഘോഷയാത്രകൾ നടക്കുന്നുണ്ട്. വിജയദശമി ഘോഷയാത്രകൾ നടക്കുന്നുണ്ട്. ബംഗാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാളി പൂജയായിട്ടും, സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ സരസ്വതി പൂജയായിട്ടും, വിദ്യാരംഭമായിട്ടും സർവത്ര ആഘോഷങ്ങളാണ്. ക്ഷേത്രങ്ങളെല്ലാം വിദ്യയുടെ ആലയങ്ങളായിട്ട്, വിദ്യാലയങ്ങളായിട്ട് മാറുന്ന സമയമാണ്. അതെ. അപ്പൊ എന്താണ് വിജയദശമി? ആദ്യത്തെ വിജയദശമി എങ്ങനെയായിരുന്നു, ആദ്യത്തെ നവരാത്രി എന്തായിരുന്നു എന്നുള്ള അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വിജയദശമി എന്തായിരുന്നു, അതെങ്ങനെയായിരുന്നു എന്ന് വളരെ ചുരുക്കി ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 432 മണിക്കൂർ ലോകം ശ്വാസമടക്കി തരിച്ചു നിന്നു. കൃഷ്ണാവതാരത്തിന്റെ കരുത്തിനു മുന്നിൽ തൊഴുതു നിന്നു. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിനൊടുവില് 100ാം വർഷത്തെ 11 അക്ഷൗഹിണികളും പൂർണ്ണമായും നാമാവശേഷമായി. നമുക്കറിയാം, കൃഷ്ണപക്ഷത്തെ ജീവിച്ചിരുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്. ഒരു വല്ലാത്ത ദശാസന്ധിയിലൂടെ ലോകം കടന്നുപോയി. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികളുമായിട്ട് ലോകം നമസ്കരിച്ചു. കൃഷ്ണന്റെ നേതൃത്വത്തിൽ താപസന്മാരും ഋഷീശ്വരന്മാരും മഹർഷിമാരും മറ്റ് പ്രമുഖന്മാരും ഒന്നിച്ചുകൂടി ഭാരതത്തിന്റെ, അതായത് നവഭാരതം എന്ന് പറയും. നവഭാരതം എന്ന് പറയുമ്പോ മോഹൻജി, അത് ഏറ്റവും ചുരുക്കി ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. അത് പറഞ്ഞില്ലെങ്കിൽ അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇളാവൃത്തം, ഭദ്രാസ്യം, ഹിരണ്വൻ, ഭാരതം, ഹരിദേശം, കേതുമാലം, ചെമ്പകം, കുരുവർഷം, കിം പുരുഷവർഷം എന്ന് പറയുന്ന നവഭാരത ഖണ്ഡങ്ങളിലും കൃഷ്ണഭക്തിയാൽ കൃഷ്ണ തരംഗം അലയടിച്ച സമയമാണ്. കാരണം പ്രജാലോകത്തിനെ പറഞ്ഞു കൊതിപ്പിച്ച ഒരു സ്വപ്നമുണ്ട്. പ്രജാലോകം സ്വപ്നം കണ്ട ആ ധർമ്മരാഷ്ട്രം, സാധുജന പാലനത്തിനായിട്ട് കൃഷ്ണൻ പ്രജാലോകത്തെ പറഞ്ഞു കൊതിപ്പിച്ച ആ ധർമ്മക്ഷേത്രം, ധർമ്മരാഷ്ട്രം. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിച്ചത് കൃഷ്ണനെയാണ്. ആ രാഷ്ട്രത്തെ നയിക്കുന്നത് കൃഷ്ണനായിരിക്കുമെന്നാണ് ജനം കരുതിയിരുന്നത്, ജനം പ്രതീക്ഷിച്ചത്. പക്ഷെ കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ നാമകരണം ചെയ്യുകയും സർവ്വജനങ്ങൾക്കും ധർമ്മത്തെ ത്രാണനം ചെയ്യിക്കുവാൻ, ധർമ്മത്തെ നൽകുവാൻ, ധർമ്മത്തിന്റെ പുത്രനായിട്ട്, ധർമ്മപുത്രരായിട്ട് യുധിഷ്ഠിരനായിരിക്കുന്ന യുധിഷ്ഠിരനെ ധർമ്മസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഭാരതത്തിന്റെ ചക്രവർത്തി പദത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും നവഭാരതത്തിന്റെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥമായിട്ട് നിശ്ചയിച്ചു. ധർമ്മക്ഷേത്രത്തിന്റെ രൂപീകരണത്തിനായിട്ട് ധർമ്മപുത്രന്റെ ദിഗ്വിജയ ഘോഷയാത്രകൾ 4 ദിക്കിലേക്ക് പുറപ്പെട്ടു. ഉത്തര ദിക്കിലേക്ക് അർജുനൻ നയിച്ചു, പൂർവ്വ ദിക്കിലേക്ക് ഭീമനും, ദക്ഷിണ ദിക്കിലേക്ക് സഹദേവനും, പശ്ചിമ ദിക്കിലേക്ക് നകുലിനും, 4 ദിക്കിലേക്ക് പട നയിച്ചു. എന്തിനാന്ന് വെച്ചെന്നാല് ചക്രവർത്തിയാകുവാനായിട്ട്
സൈന്യസമേതം മറ്റു നാടുകളിലേക്ക് എത്തിയിട്ട് 150ഓളം വരുന്ന രാജ്യങ്ങളാണ് ആ അന്ന് ഭാരതം 9 ഖണ്ഡങ്ങളായിട്ട്. പ്രവേശനം പോലും അഗമ്യമായിരുന്ന ഒരു ദേശം. 9 വിരുദ്ധ വ്യത്യസ്ത ദേശങ്ങളിലെ ചേർത്ത് വെച്ചിട്ടാണ്. അതിനകത്ത് 180-ൽ പരം രാജ്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഏകദേശം പേരെടുത്ത് പറയാൻ പറ്റുന്ന 150ഓളം ചെറു രാജ്യങ്ങൾ ചേർന്നതാണ് നമ്മളെ ഇന്നത്തെ ഭാരതം. അപ്പൊ അങ്ങനെ മറ്റ് രാജ്യങ്ങളിലെത്തി ദിഗ്വിജയം നേടുക, ചക്രവർത്തി ആകാനായിട്ട് ആ ചക്രവർത്തിക്ക് കീഴിൽ സാമന്ത രാജാക്കന്മാരെയും ഇടപ്രമുഖന്മാരെയും എല്ലാം നിശ്ചയിക്കാനായിട്ട് ഭരണ സ്ഥിരത ഉറപ്പുവരുത്താൻ, ധർമ്മം ഉറപ്പുവരുത്താനായിട്ട് നടത്തിയ ദിഗ്വിജയ സൈനിക ഘോഷയാത്രയാണ്. അതിന് അശ്വമേധം എന്ന് പറയും. അതാണ് ദിഗ്വിജയ ഘോഷയാത്രകൾ. ഭാരതത്തിന്റെ 4 ദിക്കിലേക്കും പുറപ്പെട്ട ആ ദിഗ്വിജയ ഘോഷയാത്രകളാണ് ഇന്നും നമ്മളുടെ വിജയദശമി ഘോഷയാത്രകളായിട്ട് കാണുന്നത്. അതിനകത്ത് ഒരു ചൊല്ല് പറയും പണ്ടത്തെ, പൂർവ്വ ദിഗ്ജയ കാരണൻ ഭീമൻ, ദക്ഷിണ ദിഗ്ജയ സാരഥി സഹദേവൻ, പശ്ചിമ ദിഗ്ജയ നായകൻ നകുലൻ, ഉത്തര ദിഗ്ജയം അർജുന ഗർജനം. അങ്ങനെ 4 ദിഗ്വിജയ ഘോഷയാത്രകൾ വിജയകരമായിട്ട് ശരിക്കും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചുള്ള പ്രത്യാഗമന ഘോഷയാത്ര. സേനയും വർത്തകന്മാരും വിജയത്തോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള പ്രത്യാഗമന തിരിച്ചുവരവാണ് ശരിക്കും പറഞ്ഞാൽ ആഘോഷമാക്കി തീർത്ത നവരാത്രി ആഘോഷം ആദ്യത്തത്. ആ നവരാത്രി ആഘോഷമാണ് വിജയദശമിയിൽ എത്തിച്ചിട്ട് ദസരാവായിട്ട് മാറുന്നത്. ആ നവരാത്രിയുടെ ഒടുവിലാണ് വിജയദശമി. ആ സന്ദർഭമാണ് വിജയദശമി. അതെ, ധർമ്മപുത്രരായിട്ട് ധർമ്മേന്ദ്രന്റെ ധർമ്മരാഷ്ട്രത്തിന്റെ നവഭാരതത്തിന്റെ പ്രഥമ ദിനമാണ്. അതായത് ഭാരതത്തിന്റെ പിറന്നാളാണ് വിജയദശമി. ധർമ്മപുത്രരെ ചക്രവർത്തി പദം ഏറ്റെടുക്കുന്ന സമയത്താണല്ലോ സത്യത്തിൽ ഭാരതം നവഭാരതം ഉണ്ടാവുന്നത് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ടാണ് നവഭാരതത്തിന്റെ ശില്പി ശ്രീകൃഷ്ണനാണെന്ന് പറയുന്നത്. അതെ, ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ പ്രജാലോകത്തിനുള്ള ആ ദാനം എന്ന് പറയുന്നത് വിദ്യാദാനമാണ്. പ്രഥമ ദാനം വിദ്യയാകുന്നു, വിദ്യാധനം സർവധനാൽ പ്രധാനം. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വിദ്യയെ സർവ പ്രജകൾക്കുമായിട്ട് ആദ്യത്തെ ദാനമായിട്ട് വിദ്യാരംഭം കുറിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ വിജയദശമി ആഘോഷം നടക്കുന്നത്. അപ്പോ സേനാനായകന്മാരായിട്ട് ഉണ്ടായിരുന്നത് പാണ്ഡവന്മാരാണ്. അതെ, പാണ്ഡവന്മാരെന്ന് പറഞ്ഞാല് ആ ദിഗ്വിജയ ഘോഷയാത്രകൾ നയിച്ചത് ധർമ്മപുത്രരുടെ സഹോദരന്മാരാണ്. അഷ്ടദിക്കിലും വിജയക്കൊടി നാട്ടി 9 ദേശമണ്ഡലങ്ങളിലും വിജയം പിടിച്ചടക്കി ദിഗ്വിജയ സേനകളുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള വിജയമടക്കയാത്രകൾ ആരംഭിച്ചു. ദേശങ്ങൾ ദശാസന്ധിയിൽ നിന്നും വിജയത്തിന്റെ പെരുമ്പുറ മുഴക്കിക്കൊണ്ട് വിജയദശമിയിലേക്ക് ചുവടുവെച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സന്തോഷി, അപ്പോ ഭാരതത്തിന്റെ പിറന്നാൾ ആഘോഷമാണ് വിജയദശമി അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെ? കാരാഗ്രഹത്തിൽ ജനിച്ചവനാണ് കുരുക്ഷേത്രത്തിൽ ജയിച്ചത്. ധർമ്മബോധത്താൽ സകല ജനവും ആയുധങ്ങളും താഴെ വെച്ച് നിരായുധരായി ധർമ്മപുത്രരുടെ പട്ടാഭിഷേകത്തിനായി വിജയദശമി നാളിനായി ഉത്സാഹത്തോടെ ആ പൗരജനം കാത്തിരുന്നു. കൃഷ്ണൻ പറഞ്ഞു കുതിപ്പിച്ച ധർമ്മരാഷ്ട്രത്തിന്റെ ഉദയമാണ്. ശരിക്കും ധർമ്മരാഷ്ട്രത്തിന്റെ ഉദയത്തിനായി പിറവിക്കായി പ്രാർത്ഥനയോടെ ജനം തൊഴുതു നിന്നു. അതാണ് ആദ്യത്തെ നവരാത്രിയും വിജയദശമിയും. ആ ദസരാവാണ് നമ്മൾ ഇന്നും ആഘോഷിക്കുന്നത്. ആ വിജയദശമിയുടെ രാഷ്ട്രബോധത്തിന്റെ ആ ദിഗ്വിജയ ഘോഷയാത്രകൾ തന്നെയാണ് ഇന്നും നവരാത്രി കാലങ്ങളിൽ നടക്കുന്ന ഈ ഘോഷയാത്രകൾ, വിജയദശമി ഘോഷയാത്രകൾ. ഇപ്പോഴാണ് ഇത് സത്യം മനസ്സിലായത്. ഇതിന്റെ ഉത്ഭവം എന്താണെന്നുള്ള കാര്യം. അതെ, നവരാത്രി ആഘോഷത്തിന് ദേവീഭാവം വരുന്നത് വിദ്യ സരസ്വതി ഭാവത്തിലാകുന്നു. വിദ്യയുടെ ദേവത സരസ്വതിയാകുന്നു, ദേവീഭാവത്തിലാകുന്നു. ആ നവരാത്രികളും നാടുറങ്ങാതെ ധർമ്മരാഷ്ട്രത്തിന്, എന്താ വെച്ചാൽ അന്ന് അധർമ്മികളുടെ ചൂതാട്ട കേന്ദ്രമായിരുന്നു ഭാരതം. 100 കണക്കിന് അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുരുക്ഷേത്രത്തിലെ യുദ്ധം നടന്നത്. അപ്പോ അതിന്റെ വിജയ ലഹരിയാണ് ജനം ആഘോഷിക്കുന്ന ഈ ദസരാവ് എന്ന് പറയുന്നത്.
ദിഗ്വിജയ ഘോഷയാത്രകളാണ് ഈ നവരാത്രി ദിവസങ്ങളിൽ നടന്നത്. അതെ, അതിന്റെ പരിസമാപ്തിയാണ് വിജയദശമി അല്ലേ? അതെ. അപ്പോ ഇത് കേട്ടിട്ടുണ്ടോ? ഇത് ധർമ്മരാഷ്ട്രത്തിന്റെ ഉത്ഭവം അവിടെയാണ് അല്ലേ? അതെ. ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. ഈ ആഘോഷം നമ്മളിപ്പോ നാടെങ്ങും ആഘോഷിക്കുന്നുണ്ട്. ഭാരതത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും നാടെങ്ങും വീടുകളിലുമെല്ലാം വളരെ ശുദ്ധിയോടുകൂടി ഈ 9 ദിവസവും അതിനുശേഷം നാളെ വരുന്ന വിജയദശമിയും സ്വീകരിക്കുവാൻ വേണ്ടി വളരെ ശ്രദ്ധാപൂർവം നീങ്ങുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിന്റെ ഉത്ഭവം, എന്നാണ് തുടങ്ങിയത്, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. അതറിയാൻ വേണ്ടിയാണ് സന്തോഷിയോട് ചോദിച്ചതും. തീർച്ചയായിട്ടും സന്തോഷി ആ അറിവ് നല്ല ഭംഗിയായി പറഞ്ഞു തന്നു. ഇത് നമ്മുടെ തലമുറ അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് അതിന്റെ സന്തോഷവും അതിന്റെ പൂർണ്ണതയും എത്തുന്നത്. അതിന് പല കഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞിട്ട് നവരാത്രി 1-ാം ദിവസം ഇന്ന അവതാരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ അവതാരം പറയുന്നതല്ലാതെ എന്താണ് ഇതിന്റെ തുടക്കത്തിന്റെ കാരണം, നവരാത്രി എന്തിനു വേണ്ടിയായിരുന്നു, വിജയദശമി ആഘോഷം എന്തായിരുന്നു, ഈ നവരാത്രി എന്തിനു വേണ്ടിയായിരുന്നു അത്രയും നവരാത്രികൾ അത്രയും ഉത്സാഹിച്ച് നടത്തിയത് എന്ന് പറയുന്നില്ല. ഒരിടത്തും പൂജാ സംവിധാനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിലും. അല്ലാതെ മുഴുവൻ അങ്ങ് പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങൾ മുഴുവൻ വിദ്യാലയങ്ങളായി. കാരണം പാഠപുസ്തകങ്ങൾ മുഴുവൻ ക്ഷേത്രങ്ങളിൽ എത്തിയല്ലോ. അതെ, പാഠപുസ്തകങ്ങൾ എത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിലെത്തിയല്ലോ. അതെ. അതൊരു ദശമി സന്ധ്യയായിരുന്നു. ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദശാകാലഘട്ടത്തിലൂടെയാണ് പോയത്. സനാതനമായിട്ട് പൗരജനങ്ങൾക്ക് ധർമ്മത്തെ, സുരക്ഷയെ പ്രസാദമായി നൽകുന്നതിന് വേണ്ടി ഭഗവാൻ തന്റെ അഷ്ടബുദ്ധി ഗുണങ്ങളാൽ, അഷ്ടബന്ധത്താൽ, അഷ്ടദിക്കിനെ ബന്ധിച്ചുറപ്പിച്ച മഹാക്ഷേത്രമാണ് ഈ നമ്മുടെ ധർമ്മ രാഷ്ട്രം എന്ന് പറയുന്ന ഭാരത ക്ഷേത്രം. ഗുരുശിക്ഷയായിട്ടുള്ള ഹിമവാനാണ് ഭാരത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മഹാഭാരത യുദ്ധത്തിനായിട്ട് തിരഞ്ഞെടുത്ത സമന്ത പഞ്ചകം എന്ന ദേശത്തിന് കുരുക്ഷേത്രം എന്ന നാമകരണം ചെയ്തതിന് പിന്നിലും ഹിമവാന്റെ ക്ഷേത്രം എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പൊ പൗരജനങ്ങളെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊതിപ്പിച്ച ആ ധർമ്മരാഷ്ട്രത്തിന്റെ പിറന്നാൾ കൂടിയാണ് വിജയദശമി എന്നുള്ള വസ്തുത നമ്മളെല്ലാവരും അറിയണം. ഇതാണ് അറിയേണ്ടത്. അപ്പോ സന്തോഷി, ഈ ആദ്യത്തെ നവരാത്രി എങ്ങനെയായിരുന്നു, നവരാത്രി ആഘോഷം എങ്ങനെയായിരുന്നു, വിജയദശമി എങ്ങനെയായിരുന്നു, എന്തായിരുന്നുള്ള ചോദ്യത്തിന് സത്യത്തില് ധർമ്മരാഷ്ട്രത്തെ ധർമ്മപുത്രരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ധർമ്മപുത്രരുടെ സഹോദരന്മാര് നടത്തിയ ദിഗ്വിജയ ഘോഷയാത്രകളായിരുന്നു നവരാത്രി 9 രാത്രികളിലും പകലും ഉൾപ്പെടുന്നത്. അതിനുശേഷമാണ് അതിന്റെ ദിഗ്വിജയത്തിന്റെ വിജയമാണ് വിജയദശമി ആഘോഷം. ആകെ കൂടി പറയുമ്പോ ധർമ്മരാഷ്ട്രമായ ഭാരതത്തിന്റെ പിറന്നാൾ ആഘോഷമാണ്. ശരിക്കും സത്യം അതാണ്. അന്നത്തെ പ്രസാദമാണ് വിദ്യാരംഭം. ആ വിദ്യയാണ് ധർമ്മത്തെ ഊട്ടിയുറപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ പ്രസാദം ധർമ്മക്ഷേത്രമായ ഭാരതത്തിന്റെ ആദ്യ ദിനം വിദ്യയുടെ ദിവസമാക്കി മാറ്റിക്കൊണ്ട് വിദ്യാരംഭം കുറിച്ചുകൊണ്ടാണ് ധർമ്മരാഷ്ട്രം പിറക്കുന്നത്. തീർച്ചയായും ലോകമുള്ളിടത്തോളം കാലം ഈ വിജയദശമി ആഘോഷം പൂർണ്ണമായ ആഘോഷമായി തന്നെ നമുക്കും തലമുറകൾക്കും കൊണ്ടാടാൻ സാധിക്കട്ടെ. ഈ വിജയദശമിയുടെ അറിവ് നമ്മളെ ഒന്നാക്കട്ടെ. അക്ഷരങ്ങളെ പൂജിച്ചുകൊണ്ട് നമുക്ക് ഭാരതത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുവാൻ കഴിയട്ടെ. നമ്മൾ ജാതിമത ചിന്തകൾക്ക് അതീതമായി അക്ഷരങ്ങൾ നമ്മളെ ചേർത്ത് വയ്ക്കുവാൻ, അക്ഷരങ്ങളിലൂടെ നമുക്കൊന്നാകുവാൻ, ലോകത്തെ ഒരുമിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. എല്ലാവിധ വിജയദശമി ആശംസകളും മോഹൻജിക്ക് നേരെയാണ് ഈ ചോദ്യം ചോദിച്ച കത്തായിട്ടുള്ള ഒരു ചോദ്യം. ജയ് ഭാരത്, അതാണ് മറുപടി. ജയ് ഭാരത്. ജയ് ഭാരത്. ഭാരത് മാതാ.